മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി നടി അൻസിബ. അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറ എസ്ഐ രേഷ്മയ്ക്കുമെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. തനിക്ക് ലഭിക്കേണ്ട മാനുഷിക പരിഗണന പോലീസിൽ നിന്ന് ലഭിച്ചില്ല എന്നതാണ് പരാതി. പരാതിയുടെ പകർപ്പ് 24-ന് ലഭിച്ചു. ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ആൻമരിയ, അമ്മയ്ക്കുള്ളിൽ തുടങ്ങിയ പ്രശ്നം ഒടുവിൽ ഇപ്പോഴത്തെ നിയമപരമായ നടപടികളിലേക്ക് കൂടി കടക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് പരാതി നൽകിയിരിക്കുകയാണ് അൻസിബ. ഈ പരാതിയിൽ ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി പറയുന്നുണ്ടൊപ്പം തന്നെ SIക്കെതിരെയും മറ്റ് ആർക്കെങ്കിലുമെതിരെ ഈ പരാതിയിൽ പരാമർശമുണ്ടോ? എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം? വിവാദങ്ങളും പ്രശ്നങ്ങളും ആരോപണങ്ങളും ഒക്കെ ഒരു പരാതിയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അത് പരാതി നൽകിയിരിക്കുന്നത് ഈ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെ SIക്കെതിരെയും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയക്കെതിരെയുമാണ്. മറ്റാർക്കും എതിരെ ഈ പരാതിയിൽ പറയുന്നില്ല. മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതി കൊടുക്കാൻ വേണ്ടി ഉണ്ടായിരിക്കുന്ന കാരണം അത് ലക്ഷ്മിപ്രിയ നേരത്തെ നൽകിയിരിക്കുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. അത് തന്റെ കുടുംബജീവിതം തകർക്കുന്ന രീതിയിൽ അൻസിബ തനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അതുമൂലം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്റെ കുടുംബത്തിൽ തനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചുകൊണ്ടായിരുന്നു ലക്ഷ്മിപ്രിയ തൃപ്പൂണിത്തുറ സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അൻസിബയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും ഏകദേശം 3 മണിക്കൂറും തന്നെ ഹരാസ് ചെയ്യുകയും ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടാണ് അൻസിബ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ കൊണ്ട് നിർബന്ധിച്ചൊരു മാപ്പപേക്ഷ എഴുതിപ്പിച്ചു. അതിനുശേഷം SI അതിൽ കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്തു എന്നൊക്കെ കാണിച്ചുകൊണ്ട് പിന്നീട് ഈ ഇത്തരം കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അമ്മയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് മറ്റൊരു നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. ലക്ഷ്മിപ്രിയയും ഈ കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ അടക്കം പറയുന്നുണ്ടായിരുന്നു. തന്റെ കുടുംബജീവിതത്തിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ അൻസിബയുടെ ഈ ഒരു മെസ്സേജ് വഴി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടയാക്കിയിട്ടുണ്ട്. പിന്നീട് ആ കാര്യങ്ങളെല്ലാം അൻസിബയോട് ചോദിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ് അൻസിബയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ആ പരാതി കൊടുക്കാൻ താൻ ഇടയാക്കിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഈ നടന്നിരുന്ന ആ ഒരു ചേരിപ്പോരുകൾ, ആ പ്രശ്നങ്ങളെല്ലാം വലിയ തരത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. അമ്മയുടെ ഒരു മീറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മീറ്റിംഗിൽ ഇതടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ചർച്ചയാകും. അതോടൊപ്പം തന്നെ അൻസിബയെ കേൾക്കാനും താരസംഘടനയായിട്ടുള്ള അമ്മ തയ്യാറായിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എന്തായിരിക്കും അൻസിബയുടെ നീക്കങ്ങൾ, അതോടൊപ്പം തന്നെ ഈ പരാതിയിൽ ഇനി മറ്റ് നടപടികളെല്ലാം എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. പ്രവിധ, ശരി. എന്തായാലും അമ്മയ്ക്കുള്ളിലെ തർക്കങ്ങളും ചേരിപ്പോരും പടലപ്പിണക്കവും എല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും DGPക്കും മുന്നിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. ഇനി എന്താണതിൽ ഉണ്ടാവാൻ പോവുകയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.